അമേരിക്കൻ ഭീഷണികൾക്കും സൈനിക സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. വെനസ്വേലയിലേതുപോലെ സൈനിക ഇടപെടലിലൂടെ ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരാമെന്നത് അമേരിക്കയുടെ വ്യാമോഹം മാത്രമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി തുറന്നടിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആക്രമണം 9ാം ദിവസവും ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ സുപ്രധാന പ്രതികരണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യപൂർവ്വദേശത്തെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി നടത്തിയ ചർച്ചകളെക്കുറിച്ച് മെഹ്റൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അരാഗ്ചി വെളിപ്പെടുത്തൽ നടത്തിയത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിരന്തരമായ വധഭീഷണികൾക്ക് നടുവിലാണ് തങ്ങളുടെ പ്രതിനിധികൾ സമാധാന ചർച്ചകളിൽ പങ്കെടുക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏത് നിമിഷവും ചർച്ചാവേദിയിൽ ബോംബാക്രമണം ഉണ്ടായേക്കാമെന്ന ഭീതിയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഭീഷണികൾ കൊണ്ടോ പണം നൽകിയോ ഇറാനെ വിലക്കെടുക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൈനിക സമ്മർദ്ദത്തിലൂടെ ഇറാനെ കീഴടക്കാമെന്ന അമേരിക്കൻ വാദങ്ങളെ അദ്ദേഹം പൂർണ്ണമായും തള്ളി. കഴിഞ്ഞ ജനുവരിയിൽ അമേരിക്കൻ സൈനിക ഇടപെടലിലൂടെ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടിയതുപോലെ ഇറാനിൽ പ്രവർത്തിക്കാനാകില്ല. ഒരൊറ്റ വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല ഇറാന്റെ ഭരണ സംവിധാനമെന്നും ഒരു നേതാവിനെ നീക്കം ചെയ്തതുകൊണ്ട് മാത്രം തകർന്നടിയുന്നതല്ല ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഘടനയെന്നും അരാഗ്ചി ഓർമ്മിപ്പിച്ചു. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണശേഷി ഇല്ലാതാക്കുന്നതിനായി തബ്രീസ്, ചബഹാർ ഉൾപ്പെടെയുള്ള 5ഓളം ഇറാനിയൻ നഗരങ്ങളിൽ അമേരിക്കൻ സേന മിസൈൽ ആക്രമണം നടത്തി. ഇതിന് ശക്തമായ തിരിച്ചടിയായി സിറിയയിലെ അൽതൻഫ് മേഖലയിലുള്ള അമേരിക്കൻ പ്രത്യേക സേനാ ആസ്ഥാനത്തും കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലും ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. പുതിയ ഏറ്റുമുട്ടലുകളിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക സ്ഥിരീകരണം. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.